ആക്ച്വലി പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഫീൽഡിൽ നമ്മൾ നോക്കിയാലും പല പാർട്ടീസ് അല്ലെങ്കിൽ പല വെൻഡേഴ്സ് അല്ലെങ്കിൽ പല സ്പെഷ്യലൈസ്ഡ് ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ ഒരു മൊത്തത്തിൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ ഇപ്പോൾ വീട് പണിയുന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ ആ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിനെ നമ്മൾ ഈ ഒരു പല പാർട്ടീസാണ് അതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഇവരെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ആ പ്രൊജക്റ്റിൻ്റെ സക്സസ്സിലോട്ട് മാറ്റാനായിട്ട് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഈ പറയുന്ന പോലെ നമ്മളൊരു പ്രൊജക്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു എക്സിക്യൂഷൻ സ്റ്റേജിൽ വന്നിട്ട് മാത്രം ഒരു PMC അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ എടുത്തിട്ടോ കാര്യമില്ല. ഇറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ഫോമുലേഷൻ. അതായത് നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഒരു സൈക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി അതിനൊരു ഫോമുലേഷൻ സ്റ്റേജ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു മൊബിലൈസേഷൻ സ്റ്റേജ് ഉണ്ട്, പിന്നെ അതിനൊരു എക്സിക്യൂഷൻ സ്റ്റേജ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഫോമുലേഷൻ സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ഇപ്പോൾ അശ്വതി ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ന് തൊട്ട് ആ സ്വപ്നം നമ്മൾ കണ്ടു തുടങ്ങും. ആദ്യം ഒരു തോട്ട് മൈൻഡിൽ വരുമ്പോൾ തൊട്ടേ കണ്ടു തുടങ്ങും. സോ അത് ചിലപ്പോൾ 1 വർഷമാവാം, 1 മാസമാവാം, 2 വർഷമാവാം, 5 വർഷമാവാം. അങ്ങനെ അതിനൊരു ഡ്യൂറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കൊച്ചുനാളിൽ തൊട്ടേ നമ്മുടെ ഒരു സ്വപ്നമായിരിക്കാം ആ വീട് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, സോ അന്ന് തൊട്ട് ആ ഫോമുലേഷൻ സ്റ്റാർട്ട് ആവുകയാണ് ശരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ആഗ്രഹം വന്ന് തുടങ്ങി. നമ്മൾ അതിന് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി നമുക്കൊരു ആഗ്രഹം വന്നു, നമ്മളൊരു വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാതിരിക്കാം. ചെയ്യുകയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ ഒന്നെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹം ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒരു കമ്പനി അപ്രോച്ച് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ രീതികൾ എങ്ങനെയെന്ന് പഠിക്കുകയോ. സോ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട് ഒരു വീട് വെക്കാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളൊരു ഇൻറ്റേർണൽ ഫീസിബിലിറ്റി ചെയ്യും. അതായത് ആവറേജ് നമുക്കൊരു വീട് വെക്കണമെങ്കിൽ ഏകദേശം എത്ര ബഡ്ജറ്റ് നമുക്ക് ഉണ്ടാവും, അതല്ലെങ്കിൽ തന്നെ ഈ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു സ്വപ്നം കാണുകയാണെങ്കിൽ നമുക്കൊരു ജോലി കിട്ടിയതിന് ശേഷം ആവാം നമുക്കൊരു വീട് വെക്കാമെന്നായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം എന്താണ് നമ്മൾ ഒരു ജോലി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് അതിനുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലൈസേഷനിലോട്ട് വരിക. സോ അതിനുശേഷം പിന്നെ നമ്മൾ കണ്ട സ്വപ്നത്തിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ പിന്നെ പോകുന്നത് എന്തൊക്കെയാണ്? അതിൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഉണ്ടാവാതിരിക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട് വയ്ക്കാനായിട്ടുള്ളൊരു സ്ഥലം വേണം. അല്ലെങ്കിൽ നമ്മളൊരു വീട് മനസ്സിൽ കണ്ടതിന് ശേഷം അതിനനുസരിച്ചുള്ളൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കും. സോ അതിന് വേണ്ടി നമ്മൾ പ്ലോട്ട് സെർച്ച് ചെയ്ത് നമ്മൾ ഫൈനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അശ്വതി പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഡിസൈൻ ചെയ്യാനായിട്ട് ഉള്ളൊരു ടീമിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുക. അതിന് പല ക്ലയൻസ് സ്വന്തമായിട്ട് പ്ലാൻ വരയ്ക്കുന്ന ക്ലയൻസ് ഉണ്ട്. ഓക്കെ, സോ അവർക്ക് അത്രയും ഡീപ്പാണ് അവർ ആ വീടിനെ പറ്റി, അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത്രയും കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഡ്രീമാണ് അവരുടെ, സോളിഡാണ്. ഓക്കെ, എനിക്ക് എന്ത് വേണം, എവിടെ വേണം, എന്ത് വേണം, അത് വർഷങ്ങളായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സ്വപ്നമാണ്. സോ അവർക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന റൂം വേണം, ഇത്ര ഡയമെൻഷൻ വേണം, ഇന്ന കാര്യങ്ങൾ വേണം എന്നൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും അവരുടെ കാര്യം. സോ അതിനുശേഷം നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഒരു ഡിസൈനിങ് ടീമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതെല്ലാം അവർ ഇലാബറേറ്റ് ചെയ്ത് പറയും. സോ അതിനുശേഷം ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യലാണ്. കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ പാരലായിട്ട് നടക്കുന്നൊരു സംഭവമാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ. ഞാനൊരു ബ്രോഡായിട്ടാട്ടോ പറയുന്നത്, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പല പല സ്റ്റെപ്സും ഉണ്ട്. അതെല്ലാം മൈനറായ കാരണം ഈ ബ്രോഡ് സ്റ്റെപ്സ് മാത്രമേ ഞങ്ങൾക്ക് പറയുന്നുള്ളൂ. സോ നമുക്ക് പാരലലി നമുക്കൊരു ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് വേണം തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു സ്വപ്നം കാണുന്നു, ആ സ്വപ്നത്തിനെ യാഥാർത്ഥ്യമാക്കാനായിട്ട് നമുക്കത് പരിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അതിനൊപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും വേണം. ആ സപ്പോർട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ചിട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ബാങ്ക് ലോൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പല പല FDs ഉണ്ടാവാം. ഇതെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും ഒരു ക്ലയൻറ്റ് ചെയ്യുന്നത്.
നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ ഇത്ര വർഷത്തിനുള്ളിൽ തന്നെ അതിനെ ഇത് ചെയ്യണം, വേണ്ട വിധത്തിൽ ഇതിനെ സ്റ്റഡി ചെയ്തിട്ടായിരിക്കും വെൽ പ്ലാൻഡ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞ പോലെ ഫോർമുലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മനസ്സിൽ ആഗ്രഹം തോന്നുന്നത് തൊട്ട് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈനറിനെ ഫിക്സ് ചെയ്യുന്ന വരെയുള്ള ഒരു സമയമാണ് ഫോർമുലൈസേഷൻ.